അമ്മ സംഘടന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ മറ്റ് പല തരത്തിലേക്കും നീങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നടി മാലാപർവ്വതി നമുക്കൊപ്പം ചേരുന്നു. ഇപ്പോൾ പൊന്നമ്മ ബാബുവിൻ്റെ ആരോപണം വരുന്നു, ഗുരുതരമായ ആരോപണമാണ്. എനിക്കെതിരെയാണോ? അല്ലല്ല, തീർച്ചയായിട്ടും അല്ല. അപ്പോൾ കുക്ക് പരമേശ്വരൻ്റെ പേരും അതുപോലെ തന്നെ മഞ്ജു പിള്ള ഇവരടക്കമുള്ളവർക്കെതിരെയുള്ള ആരോപണങ്ങളായിട്ട് വരുന്നു. അപ്പോൾ ഇതിലൊരു മെമ്മറി കാർഡ് അന്ന് എടുത്തിട്ടുണ്ടെന്നും അത് ദുരുപയോഗം ചെയ്യുമെന്ന് ഭയക്കുന്നു എന്നൊക്കെ തന്നെയാണ് പറയുന്നത്. ഇല്ല, അങ്ങനെയല്ല. മഞ്ജു പിള്ളയ്ക്കെതിരെയൊന്നും ആരോപണമില്ല. വ്യക്തമായി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് നാളായിട്ട് അമ്മയുടെ പെൺമക്കൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ അഡ്ഹോ കമ്മിറ്റിക്ക് അത് കൊടുക്കാൻ അധികാരമില്ല. അപ്പോൾ ഇവരൊരു കാർഡ് ഇറക്കിയിട്ടുണ്ട്, ഞാൻ മനുഷ്യൻ അയച്ചു തരാം. അപ്പോൾ അതിനകത്ത് അവർ പറയുന്നത് പിന്നെ ഈ അമ്മ ഇതിനകത്ത് എന്തെങ്കിലും അനാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞാൽ അമ്മ നടപടിയെടുക്കും, ഇതിന് ശേഷം അമ്മയെ ലയിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവരിതിട്ടത്. അപ്പം ഞങ്ങളൊക്കെ ചോദിച്ചു, ആരാണ് അമ്മയിലെ ഇങ്ങനൊരു ഇത് തുടങ്ങാനായിട്ട് പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ ഇത് ഫേക്കാണെന്ന് പറഞ്ഞ് ഇവർ തുടങ്ങിയ ഒരു സംഘമാണെന്ന് പറഞ്ഞുകൊണ്ട് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അതിനുശേഷം 1-2 ടോക്സിൽ ഹൈദരാലി ഒരു വലിയ ആരോപണമായിട്ട് വരുന്നു. 2018 കുറച്ച് പേരെ ഇങ്ങനെ ഹോളിഡേയിൽ വിളിച്ച് കൂട്ടിയിരുന്നു. അന്ന് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ അതിനകത്ത് വെച്ച് ഇങ്ങനെ സ്ത്രീകളോട് എല്ലാ കാര്യവും കൺഫ്യസ് ചെയ്യാൻ പറഞ്ഞത് റെക്കോർഡ് ചെയ്തെടുത്തു. ഇത് നാളെ ബ്ലാക്ക് മെയിൽ ചെയ്യും. അന്ന് കുക്കുവിൻ്റെ പേര് പറഞ്ഞിരുന്നില്ല. പിന്നീട് ഉഷ ഹസീന പേരുമായിട്ട് വന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് കുക്കു ഇന്നലെ ഒരു കൺഫെഷൻ നടത്തി. അത് കുക്കു ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലില്ല, കുക്കു അതിനകത്ത് സെക്രട്ടറി ആയിട്ടും ഇല്ല, എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലും ഇല്ല, ഒരു മെമ്പറായിട്ടും ഇല്ല. 2016 പുള്ളിക്കാരത്തി ഇറങ്ങിയതിന് ശേഷം ഇത് 2018 നടക്കുന്നതാണ്. സബ് കമ്മിറ്റിയിലുള്ളത് 3 പേരാണ്. അതിൽ പിന്നെ KPC ലളിത ചേച്ചി ചെയർപേഴ്സൺ, പൊന്നമ്മ ബാബു ചേച്ചി, അതുപോലെ മഞ്ജു പിള്ള. അത് ഇടവേള ബാബു ചേട്ടനോട് ചോദിച്ചപ്പോൾ ഇടവേള ബാബുവിൻ്റെ ഓർമ്മയില്ല അവസാനത്തെ ആളെ, പക്ഷേ പൊന്നമ്മ ബാബുവിൻ്റെ തന്നെ ബൈറ്റിൽ മഞ്ജു പിള്ളയാണ് 3ാമത്തെ അംഗം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിലും കുക്കു ഇല്ല. അപ്പോൾ കുക്കു ഇലക്ഷൻ നിൽക്കുന്ന സാഹചര്യമാണിത്. അപ്പോൾ കഴിഞ്ഞ വർഷം ഇലക്ഷൻ നിന്നപ്പോൾ ഈ ആരോപണം ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ വർഷം കുക്കു ഇങ്ങനെ ഇലക്ഷൻ നിന്നപ്പോൾ ഇങ്ങനെ ഒരു മെമ്മറി കാർഡിൻ്റെ കഥ നമ്മളാരും കേട്ടില്ല. ഈ വർഷം ഇലക്ഷൻ്റെ തൊട്ട് മുമ്പിൽ സ്ത്രീകൾ വരുന്ന സമയത്ത് സ്ത്രീകൾ തന്നെ വലിയൊരു ആരോപണമായിട്ട് വരുമ്പോൾ നമുക്കുണ്ടാകുന്നത് കുറച്ച് മനസ്സിനകത്ത് ഇത് തന്നെയാണ് എന്നുള്ളൊരു കാര്യമാണ്. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഇവർ മെമ്മറി കാർഡ് അന്വേഷിക്കണം. ഇവർക്ക് വേണമെങ്കിൽ ഇവർ കോടതിയിൽ പോകണം. രണ്ടാമത്തെ കാര്യം, 2018 ഹേമ കമ്മിറ്റി വന്നപ്പോൾ പരാതിയുള്ളവർ എന്തുകൊണ്ട് ഹേമ കമ്മിറ്റിയുടെ മുമ്പിൽ പോയില്ല? അന്ന് മെമ്മറി കാർഡൊന്നും ആവശ്യമില്ല. മെമ്മറി കാർഡ് കൊടുത്താൽ ഹേമ കമ്മിറ്റി സ്വീകരിക്കുകയില്ല. വ്യക്തികളാണ് പോകേണ്ടത്. ഞാൻ പോയയാണ്, അമ്മയിൽ നിന്ന് ഏകയാൾ ഞാനാണ് പോയത് ഹേമ കമ്മിറ്റിയിൽ. അവിടെ പോയി സംസാരിക്കാൻ. ഇന്ന് ഹേമ കമ്മിറ്റിയുടെ പരിസമാപ്തിയാണ് നാളത്തെ ഫിലിം കോൺക്ലേവ്. അവിടെ ഈ നയരൂപീകരണം വരെ എത്തുന്നത് ഹേമ കമ്മിറ്റിയുടെ തുടക്കമാണ്. അപ്പോൾ അവർക്ക് അതിൽ ആശങ്കയുണ്ട്. അവരെന്തുകൊണ്ട് ഹേമ കമ്മിറ്റിയിൽ പോയി പരാതി കൊടുത്തില്ല? ഇന്നും കൊടുക്കാം. ആ അംഗങ്ങളെല്ലാം ഉണ്ട്. എപ്പോൾ പോയാലും SITയിൽ കൊടുക്കാം. അവർക്ക് നമ്പർ അറിയില്ലേ, ഞാൻ കൊടുക്കാം. അവർക്ക് വേണമെങ്കിൽ പരാതി ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. അത് കുക്കു മെമ്മറി കാർഡ് അന്വേഷിച്ചു, കുക്കു എടുത്തു എന്ന് പറഞ്ഞ് ആ മെമ്മറി കാർഡിൻ്റെ ഉത്തരവാദിത്വം അംഗമല്ലാത്ത കുക്കുവിനില്ല. ഒന്നുകിൽ അത് അന്നത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സിനാണ്, അല്ലെങ്കിൽ സബ് കമ്മിറ്റിക്കാണ്. അതിനകത്ത് അംഗമല്ലാത്ത സഹായിക്കാനെത്തിയ കുക്കുവിൽ ആരോപണം പറയുന്നത്, അതും കഴിഞ്ഞ വർഷം ജനറൽ സെക്രട്ടറി ആയിട്ട് ഇലക്ഷൻ നിൽക്കുമ്പോൾ ആരോപണം പറയാതെ ഈ വർഷം ഇലക്ഷൻ്റെ തൊട്ട് മുമ്പ് ഇങ്ങനെ ഒരു ആരോപണം പറയുന്നതിൽ നമുക്കതിനകത്ത് വെറും ബാലിശമായ രാഷ്ട്രീയം മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആരോപണം മാത്രമാണോ അത്? അല്ല, അവർക്ക് മനസ്സിൽ ഇത്രയും വലിയ പ്രശ്നമുണ്ടെങ്കിൽ അത് കഴിഞ്ഞ വർഷങ്ങളിൽ പൊങ്ങി വരൂലേ എന്നുണ്ട് ന്യായമായ എൻ്റെ ചോദ്യമാണ്. കഴിഞ്ഞ വർഷം ഇലക്ഷന് കുക്കു നിന്നതാണല്ലോ. കഴിഞ്ഞ വർഷം സിദ്ദിഖ് എന്നോടൊപ്പം കുക്കു മത്സരിച്ചിരുന്നു. അന്ന് അവർ പറയണ്ടേ ഈ കുക്കു ഇലക്ഷന് മത്സരിക്കരുത്, ഇവരുടെ മെമ്മറി കാർഡ് ഞങ്ങളുടെ ഒളിപ്പിച്ചതാണെന്ന്? എന്തുകൊണ്ട് പറഞ്ഞില്ല? അവരെന്താ ഈ വർഷം പറയുന്നത്? ഈ വർഷം അവിടെ ഗൗരവമായ ലാൽസാർ ഒഴിഞ്ഞതിന് ശേഷമുള്ള ഒരു വലിയ പ്രശ്നങ്ങളുണ്ട്. അവിടെ ബാബുരാജിൻ്റെ നേതൃത്വത്തിലും അല്ലാതെ പല നേതൃത്വത്തിലും നമ്മൾ സാധാരണ അമ്മയിൽ കാണുന്ന ഒരു രീതിയല്ല. അപ്പോൾ അതിനകത്ത് ഈ അമ്മയുടെ പെൺമക്കൾ രൂപീകരിച്ചവരപ്പോൾ തന്നെ നമ്മളെല്ലാം പറഞ്ഞിരുന്നു. ബാബുരാജിൻ്റെ ഒരു വോയിസ് നോട്ട് അതിനകത്ത് ഇട്ടിരുന്നു. നിങ്ങളെല്ലാവരും സുരക്ഷിതരായിരിക്കും, നിങ്ങൾക്ക് ആർക്ക് അസുഖം വന്നാലും ഞങ്ങൾ നോക്കും, അമ്മയുണ്ട് നിങ്ങൾക്ക്, നിങ്ങൾ ഒരിക്കലും സങ്കടപ്പെടരുത്, ആർക്കും ക്യാൻസറൊന്നും വരരുത്, ആരും സുഖമില്ലാതെ ആവരുത് എന്നൊക്കെ പറഞ്ഞിട്ടൊരു വോയിസ് നോട്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ എന്ന് വെച്ചാൽ വേറെ ഒരു വോയിസ് നോട്ടോ, ഊർമിള ഉണ്ണി ചേച്ചി ഒരു പെർഫ്യൂമിൻ്റെ ഒരു സാധനം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ആ വീഡിയോ ഇട്ടപ്പോൾ അപ്പം തന്നെ അവരത് ഡിലീറ്റാക്കി. സീമാജി നായർ ബീന കുമ്പളങ്ങി ചേച്ചിയെ പോയി ഒരു ഫോട്ടോ എടുത്തിട്ടപ്പോൾ ഭയങ്കര ബഹളത്തോടു കൂടി അവരുടെ സെൽഫ് പ്രോപ്പഗാൻഡയാണെന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് സെൽഫ് പ്രൊമോഷനാണ് കേട്ടോ ഈ സീമയ്ക്ക്, അതൊന്നും നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ അത് ഡിലീറ്റാക്കി. അങ്ങനെ വ്യക്തികളെ തരംതിരിച്ച് കണ്ടും ഞാനൊരു കുറിപ്പിട്ടിട്ടാണ് ആ ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയത്. വ്യക്തികളെ തരംതിരിച്ച് കാണരുത്. നിങ്ങൾക്കുള്ളവർക്ക് ഞങ്ങളുള്ളവർ കുറച്ച് പേര്, നിങ്ങളില്ലാത്തവർ കുറച്ച് പേര്. അമ്മയുടെ പെൺമക്കളിൽ അങ്ങനെ വേർതിരിവുണ്ടായപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങിയത്. അവരത് ഈ മെമ്മറി കാർഡിലേക്ക് കൊണ്ട് കെട്ടുക
മാതൃകയാണ്. ഞാൻ ഈ പിന്നെ ഹോളിഡേ ഇന്നിൽ വന്നിട്ടില്ല, ആ പ്രശ്നങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അന്ന് ആക്റ്റീവ് അല്ലായിരുന്നു, ഇപ്പോഴും ഞാൻ ആക്റ്റീവ് അല്ല. ആദ്യമായിട്ട് ഈ അമ്മയുടെ പെമ്മക്കളിനകത്ത് പെട്ടപ്പോഴാണ് ഇത്രയും വലിയ പ്രശ്നങ്ങൾ അതിനകത്തുള്ളതായിട്ട് ഞാൻ അറിയുന്നത്. അതിനകത്ത് കുറച്ച് പേര് ബാബുരാജിന് വേണ്ടി ബാറ്റ് ചെയ്യുന്നവരുണ്ടായിരുന്നു, അവരിപ്പോഴും ബാറ്റ് ചെയ്യണം. അതിനകത്ത് പിന്നെ ഉഷ ഹസീന ഉണ്ട്, പൊന്നമ്മ ബാബു ഉണ്ട്, പ്രിയങ്കയുണ്ട്, അങ്ങനെ ഒരു വലിയ സംഘമുണ്ട്. അത് നല്ല കാര്യമാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പാർട്ടി തീരുമാനിക്കുകയാണെങ്കിൽ ഇടതുപക്ഷമുണ്ട്, വലതുപക്ഷമുണ്ട്, BJP ഉണ്ട്, പലരും അവർക്ക് വേണ്ടി പ്രൊപ്പഗേറ്റ് ചെയ്യും. പക്ഷെ പരസ്പരം ഈ കുതികാൽ വെട്ടിയുള്ള ആരോപണം എന്ന് വെച്ചാൽ ബ്ലാക്ക് മെയിൽ ചെയ്യും എന്നൊക്കെ പറയുന്നത് എന്ത് വാക്കാണത്? 2018 നിന്നും 2025 വരെ ഒരു ആരോപണം പോലും ബ്ലാക്ക് മെയിൽ ചെയ്തതായിട്ട് ആർക്കും അറിയില്ല. അപ്പോൾ ഈ ഇലക്ഷൻ്റെ ഈ 11ാം മുഹൂർത്തത്തിൽ ബ്ലാക്ക് മെയിൽ ചെയ്യും കൊക്കു എന്ന് പറയുന്നതിൽ എനിക്ക് കോമഡി മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. ബാബുരാജ് വൈകാരികമായ ഒരു കുറിപ്പ് ഇന്നലെ ഇട്ടിരുന്നു. അമ്മയുടെ സംഘടനാ പ്രവർത്തനത്തിന് ഞാനില്ല, അതിൽ ഇപ്പോൾ മത്സരിക്കാൻ വന്നപ്പോൾ തനിക്കെതിരെ ഇത്തരത്തിൽ ആരോപണമുണ്ടായി, ചാനലുകളിലൂടെ കേട്ടൊന്നും മറക്കില്ല എന്ന തരത്തിലൊക്കെ അദ്ദേഹം പ്രതികരിച്ചിരുന്നു. ബാബുരാജിന് ഇതിൽ പങ്കുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ ബാബുരാജിന് നേരെ ഒരു ആരോപണവും പറയുന്നില്ല. ബാബുരാജിനോട് ഞാൻ അന്നും പറഞ്ഞ, ബാബുരാജ് നല്ല സംഘാടകനാണ്, വ്യക്തിപരമായി എനിക്ക് വളരെയധികം സഹായം ചെയ്തിട്ടുള്ള ആളാണ്, അത് ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ബാബുരാജ് ആരോപണ വിധേയനായിട്ട് നിൽക്കുമ്പോൾ ഒരു പ്രീസിഡൻസ് ഉണ്ട് അവിടെ. ദിലീപ്, വിജയബാബു അല്ലെങ്കിൽ സിദ്ദിഖൊക്കെ മാറി നിന്ന് ഇനി നാളെ ഒരാൾ വരുമ്പോഴും അവരും വരാൻ പാടില്ല, ആ സംഘടനയെ പ്രതിസന്ധിയിലാക്കരുത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ബാബുരാജിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്. അപ്പോൾ ബാബുരാജ് ഇതിനകത്തെന്ന് വെച്ചാൽ ബാബുരാജ് ചെയ്ത ഒരു നല്ല കാര്യം, ഒരു കുടുംബ സംഗമം നടത്തി, ഇവർക്കെല്ലാം ഡാൻസ് ചെയ്യാനും പാട്ട് പാടാനൊക്കെ അവസരം കൊടുത്തു. എല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു. ഇപ്പോൾ പാടാം, ഡാൻസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അമ്മമാരൊക്കെ മുന്നോട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സന്തോഷമായിരിക്കാം അവർ ബാബുരാജിനെതിരെ ഇത്രയും സീരിയസ് ആയിട്ട് അണിനിരക്കുന്നതിന് പിന്നിൽ. അത് നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇത് അതുമായി ബന്ധപ്പെട്ട് കേരളം ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാംസ്കാരികമായി എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പൊതു നിലപാടുണ്ട്, ആരോപണ വിധേയർ വരരുതെന്ന് പറയുന്നത്. അത് അമ്മ സംഘടനയിൽ മാത്രമായി നിൽക്കുന്നതല്ല, നമ്മൾ ഏത് മേഖലയിൽ നിന്നാലും നമ്മൾ അത് എടുക്കുന്നില്ലേ? അങ്ങനെ ഒരു പൊതു ആരോപണമുള്ള ഒരു ഇലക്ഷൻ നിൽക്കൽ, നമ്മൾ അങ്ങനെ അത് കഴിഞ്ഞു വരും എന്ന് പറയുന്ന ഒരു പൊതു നിലപാട്. അത് അമ്മ ദിലീപിൻ്റെ വിഷയത്തിൽ മാധ്യമങ്ങൾ ഇത്രയും ശക്തമായി എടുത്തതിന് ശേഷം വളരെ ശക്തമായി അത് ഫോളോ ചെയ്ത് വരുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ട് ബാബുരാജ് തൽക്കാലം നിൽക്കരുത്. അദ്ദേഹം വൈകാരികമായി ഒരു പോസ്റ്റ് ഇട്ടിട്ട് ഇറങ്ങിപ്പോയി. അദ്ദേഹം അതിനകത്ത് എടുത്തു പറയുന്നുണ്ട്, ഇതിന് മാധ്യമങ്ങളിലൂടെ ഉപദേശിച്ചവരെയൊക്കെ ഞാൻ ജീവിത മരണം വരെ മറക്കില്ല എന്ന്. അതിന് ഹൈദരാലി മറുപടി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ ഇത് ശ്രദ്ധിച്ച് കേൾക്കൂ, അത് വലിയ കൃത്യമായ കുറിപ്പാണ്, കൃത്യമായി നിങ്ങൾക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഒരു ഭീഷണി ലൈനിലൊക്കെ. ബാബുരാജിൻ്റെ വരിയിൽ അതുണ്ടായിരുന്നില്ല, ഹൈദരാലിയുടെ വരി. അപ്പോൾ എങ്ങോട്ടാണ് ഈ പോകുന്നത് നമ്മളും നോക്കുകയാണ്. നമ്മളൊരു കാര്യം കേരളത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ അമ്മയുടെ നന്മയ്ക്ക് വേണ്ടി സംസാരിക്കുകയാണ്. നാളെ ഈ ചലച്ചിത്ര കോൺക്ലേവ് തുടങ്ങാൻ പോകുമ്പോൾ കൂടിയാണ്, അതുകൂടി ഉണ്ട്, തെരഞ്ഞെടുപ്പ് മാത്രമല്ല. ചലച്ചിത്ര കോൺക്ലേവ് എന്ന് പറയുന്ന ഏറ്റവും സിനിമയുടെ ഒരു നയരൂപീകരണത്തിൻ്റെ സമയമാണ്. ഇവിടെ SIT കേസുകളെല്ലാം പൂട്ടിയതിന് ശേഷം ഒരു കൃത്യമായി ഒരു ശുദ്ധീകരിച്ചു എന്ന് തോന്നുന്ന ഒരു WCC പോലും എല്ലാവരും വന്ന് സഹകരിച്ചുകൊണ്ട്, അമ്മയിലെ അംഗങ്ങളും എല്ലാവരും ചേർന്നുകൊണ്ട്, ഒരു FKയും അമ്മയും എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ഒരു ഫിലിം കോൺക്ലേവിൻ്റെ ഈ മുഹൂർത്തത്തിലാണ് ഈ തരം 2018 മെമ്മറി കാർഡ് ഇപ്പോൾ കണ്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ചർച്ച. അവരെല്ലാം ഉണ്ടല്ലോ, അവർക്ക് ഇപ്പോൾ SIT പോവാം, ഈ നിമിഷം പോവാം. നിങ്ങളുടെ കയ്യിലില്ലേ നമ്പർ? എൻ്റെ കയ്യിലുണ്ട് നമ്പർ, ആരുടെ വേണമെങ്കിൽ നമ്പർ കൊടുക്കാം, അവർക്ക് പോകാം. അല്ലാതെ ഇങ്ങനെ ഇലക്ഷന് വേണ്ടിയുള്ള ഈ ഒരു ടാക്ടിക്സ് ഇനിയും ഒരുപാട് പേര് വരും എന്ന് പറയുന്നത് അത് മാധ്യമങ്ങളും ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കണോ? ശരി മഹേഷ്, അപ്പോൾ ഈ മാലാ പാർവതിയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. പൊന്നമ്മ ബാബു കുക്കു പരമേശ്വരനെതിരെ ഉന്നയിച്ച ആരോപണത്തിൽ ഇപ്പോൾ മാലാ പാർവതിയുടെ പ്രതികരണം കൂടി നമ്മൾ കേട്ടു. അതായത് ഈ കാര്യങ്ങളൊന്നും തന്നെ നിഷ്കളങ്കമല്ല, പൊന്നമ്മ ബാബുവിൻ്റെ നീക്കവും പ്രതികരണവും ഒന്നും നിഷ്കളങ്കമല്ല എന്നാണ് മാലാ പാർവതിയുടെ നിലപാട്.